അവസാനം അവൾ പറഞ്ഞു എനിക്ക് വയനാട് കാണണം. ഒരു നിലക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായത്. ആംബുലൻസിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സന്തോഷത്തിന് പോകുമ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റും, കാറിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമാക്കാരൊക്കെ ഉപയോഗിക്കുന്നൊരു വണ്ടിയുണ്ട്, കാരവൻ. അതിൽ കിടത്തി അവളെയും കൊണ്ട് നമ്മളവിടുത്തെ കുട്ടികളെ കൂടി വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ഏറ്റവും ഉയർന്ന അച്ചൂർ മല ഈ വണ്ടി പോകുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി നിർത്തി കിടത്തി. ഇരുത്താൻ പറ്റില്ല. അവളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് കുറേ കുട്ടികളെ കൂടി ഹൈലൈറ്റ് മാളിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ ഹൈലൈറ്റിൻ്റെ ഉടമസ്ഥൻ സുലൈമാനെ വിളിച്ചു. അദ്ദേഹം കുറേ കേക്കും ചായയൊക്കെ സ്റ്റാഫൊക്കെ കൂടി വന്നു. പരമാവധി ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റും അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു. അവിടുന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനന്നൊരു യാത്രയിൽ ഡൽഹിയിൽ നിന്ന് ധരംശാലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുക. പുലർച്ചെ 3:30-4. അപ്പോൾ ഇവിടെ എനിക്ക് വിളിച്ചു, ജിക്ക് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. നമ്മൾ ആലോചിച്ചപ്പോൾ രാത്രി 3:30 മണിക്ക് അവളെന്നെ ഓർത്തില്ല. നമ്മളെ ചലിപ്പിക്കുന്നതും നമ്മളെ മുന്നിൽ ഇരിക്കാൻ ധൈര്യം കാണിക്കുന്നതും ഇങ്ങനൊരു പ്രതിസന്ധിയിൽ ഒരു മോളെന്നെ ഓർത്തല്ലോ എന്നുള്ള ധൈര്യത്തിലും കൂടെ അന്ന് അവളെ യാത്രയായി. 8 കൊല്ലാണ് നമ്മുടെ കൂടെ സഞ്ചരിച്ചത്. 8 കൊല്ലം. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ വേസ്റ്റ് ആക്കരുത്.